കീപ്പ് ഇറ്റ് സിമ്പിൾ. നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ലോഗോ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്യുക എന്ന്. ഉദാഹരണത്തിന് ആപ്പിൾ, നൈക്ക്, അഡിഡാസ് ഇതിൻ്റെ എല്ലാ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണങ്ങൾ. ഒന്നാമത്തത്, ആളുകളിലേക്ക് പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. ആളുകളുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്ന് പോകാതെ ഇരിക്കുന്നു. നൈക്കിൻ്റെ ലോഗോയ്ക്ക് ഒറ്റ പ്രാവശ്യം കാണുന്നതിന് പിന്നെ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു നൈക്കിൻ്റെ ലോഗോയാണ്. അതുപോലെ തന്നെ കടിച്ചൊരു ആപ്പിളിൻ്റെ ഐക്കൺ കണ്ടാൽ അത് ആപ്പിൾ എന്ന ബ്രാൻഡിൻ്റെ ലോഗോയാണ്. അതുപോലെ തന്നെ 3 വരകൾ കുറച്ച് സൈഡിലേക്ക് ചരിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതൊരു അഡിഡാസിൻ്റെ ലോഗോ. അങ്ങനെ അവർ തന്നെ ആ ലോഗോയ്ക്ക് വലിയൊരു ഐക്കണായിട്ട്, ഇല്ലെങ്കിൽ ആ ലോഗോ വളരെയധികം ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സിമ്പിളാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ലോഗോ പ്ലേസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിലബിലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു ഹോർഡിങ്ങിൽ വയ്ക്കുമ്പോൾ ലോഗോയുടെ സൈസ് മാറുന്നു. അത് നേരെ തിരിഞ്ഞ് ഒരു ഫോണിൻ്റെ ഐക്കണിലേക്ക് വരുമ്പോൾ അതിലും ചെറുതാകുന്നു. സിമ്പിൾ അല്ലാത്ത ലോഗോകളുമുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്റ്റാർബക്സിൻ്റെയും നൈക്കിൻ്റെയും 2 ആപ്ലിക്കേഷൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്റ്റാർബക്സിന് ഒരിക്കലും അവരുടെ ഒരു പൂർണ്ണ ലോഗോ ഐക്കണായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ നൈക്കിൻ്റെ വളരെ ക്ലീനായിട്ട് നമുക്ക് ആ നൈക്കിൻ്റെ ലോഗോ ആണെന്ന് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ആ ഐക്കണിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ. ഇതിൽ നിന്ന് തന്നെ ലോഗോ എത്രമാത്രം സിമ്പിളായാൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാമെന്നുള്ളത് വ്യക്തമാണ്. ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനിയും ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം.